ഇന്റർനെറ്റിനെ കുറിച്ചാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയിട്ട് പറയപ്പെടുന്നത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിന്റെ റീച്ച് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് വളരെ അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് വഴി എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും, ഇമെയിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, ഓൺലൈൻ ബിൽ പേയ്മെന്റ് ഉണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ ബാങ്കിങ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഇപ്പം അവൈലബിൾ ആണ്. അതുവഴി ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യാനും ഇന്റർനെറ്റ് സഹായിക്കുന്നുണ്ട്. The reach of internet is very fast and it helps in reducing cost and time. ഇന്റർനെറ്റ് പല തരത്തിൽ നമുക്ക് ടൈമും കോസ്റ്റും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് ഓൺലൈൻ ബിൽ പേയ്മെന്റ് ഫെസിലിറ്റി ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ റിസർവേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ KCB അല്ലെങ്കിൽ ഫോണിന്റെ ഒക്കെ ബില്ലിന് പേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ വളരെയധികം അഡ്വാൻറ്റേജസ് ഇപ്പം ഇന്റർനെറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റിന് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് നമ്മൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഓൺലൈൻ ഫ്രോഡ്, സൈബർ അറ്റാക്സ് പോലെയുള്ള കാര്യങ്ങൾ വേറൊരു ഭാഗത്തും നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ബാങ്കിൽ വഴി ട്രാൻസാക്ഷൻസ്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ ട്രാൻസ്ഫർ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായിട്ട്, അങ്ങനെയൊക്കെ ഉള്ള ഓൺലൈൻ ഫ്രോഡ്, പിന്നെ സൈബർ അറ്റാക്സ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് വഴി ഓരോ ആൾക്കാരെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വളരെയധികം നടക്കുന്നുണ്ട്. ഹാക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതും ഇപ്പൊ എന്താണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന കുറെ ന്യൂസുകളാണ്. അപ്പം ഇത് ഒരു ഇന്റർനെറ്റിന് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്റർനെറ്റിന് എന്താണ്, വേറൊരു ഭാഗത്ത് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്റർനെറ്റ് എന്താണ്, അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിനെ കുറിച്ച്, അതേപോലെ തന്നെ സെർച്ച് എഞ്ചിൻ, ഇമെയിൽ, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിനെ കുറിച്ച്, പിന്നെ ഈ ഇന്റർനെറ്റിൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ത്രെഡ്സ്, ആ ത്രെഡ്സിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം ഇന്റർനെറ്റിന്റെ ഹിസ്റ്ററി നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത ARPANET ആണ് ആദ്യത്തെ നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ARPANET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്, ARPANET. ഈ ARPANET എന്ന് പറയുന്നത് 1970s ഒരു മിലിറ്ററി നെറ്റ്വർക്ക് ആണ്. അത് യൂണിവേഴ്സിറ്റീസിന്റെയും ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനീസിന്റെയും കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യത്തെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ARPANET ആണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത നെറ്റ്വർക്ക് ആണ്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനീസിന്റെയും യൂണിവേഴ്സിറ്റീസിന്റെയും ഒക്കെ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. 1984 ആയപ്പോഴേക്കും ARPANETൽ നിന്നും മിലിറ്ററി നെറ്റ്വർക്ക് വേർപെട്ടിട്ട് മിൽനെറ്റ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തു. ഈ മിൽനെറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ മിലിറ്ററി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ARPANET എന്ത് ചെയ്തു, സയന്റിഫിക് റിസർച്ചിനും ഇൻഫർമേഷൻ ഷെയറിങ്ങിനും വേണ്ടിയിട്ട് ARPANET ഉപയോഗിച്ചു. അപ്പൊ ARPANET ഉണ്ടായിരുന്നു. അത് 1984 ആയപ്പോഴേക്കും അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ARPANETും വന്നു, മിൽനെറ്റും വന്നു. ഈ മിൽനെറ്റ് എന്ന് പറയുന്നത് മിലിറ്ററി നെറ്റ്വർക്ക് ആണ്. അത് മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് അങ്ങ് പോയി. പിന്നെ ARPANET എന്ത് ചെയ്തു, TCP/IP പ്രോട്ടോകോൾ ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അത് സയന്റിഫിക് റിസർച്ചിനും ഇൻഫർമേഷൻ ഷെയറിങ്ങിനും മാത്രമായിട്ട് പോന്നു. ഇതിനുശേഷം പല നെറ്റ്വർക്കുകളും തമ്മിൽ ഈ ARPANETുമായിട്ട് മെർജ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു വലിയ നെറ്റ്വർക്ക് ഫോം ചെയ്തു. ARPANET ആണ് ആദ്യത്തെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് പറയപ്പെടുന്നത്. അതല്ലെങ്കിൽ ആദ്യത്തെ ഇന്റർനെറ്റ് ആയിട്ട് പറയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ARPANET എന്ന് പറയും. ARPANETല് TCP/IP പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പ്രോട്ടോകോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്ത സയന്റിസ്റ്റ് ആണ് വിൻഡൻ ഗ്രേ സെർഫ് എന്ന് പറയുന്നത്. ഈ വിൻഡൻ സെർഫ് ആണ് ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഇന്റർനെറ്റ്, അതല്ലെങ്കിൽ ആദ്യത്തെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ARPANET ആണ്. ഫാദർ ഓഫ് ഇന്റർനെറ്റ് ആയിട്ട് പറയപ്പെടുന്നത് വിൻഡൻ ഗ്രേ സെർഫ് ആണ്.
ഓക്കെ. അതിനുശേഷം 1989 ആയപ്പോഴേക്കും ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്ന ഒരു റിസർച്ചർ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തു. വേൾഡ് വൈഡ് വെബിന്റെ ഒപ്പം തന്നെ ടിം ബെർണേഴ്സ്-ലീയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളിന് രൂപം കൊടുത്തു. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പിന്നെ HTML രൂപം കൊടുത്തു. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTML, പിന്നെ വെബ് സെർവർ, വെബ് ബ്രൗസർ തുടങ്ങിയ കൺസെപ്റ്റുകൾക്ക് രൂപം കൊടുത്തതാരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ്. HTML നമുക്കറിയാം ഹൈപ്പർ ലിങ്ക്സ് ഉപയോഗിച്ചിട്ടാണ് വെബ് പേജസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല വെബ് പേജസ് ഉണ്ടാകും. ഈ വെബ് പേജസിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഹൈപ്പർ ലിങ്ക്സ് യൂസ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെബ് പേജസ് ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിന് ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ് HTML എന്ന് പറയുന്നത്. അപ്പം ഈ HTML ഹൈപ്പർ ലിങ്ക് വഴി വെബ് പേജസിനെ കണക്ട് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തു. അത് വഴി എന്ത് ചെയ്തു? ഇന്റർനെറ്റിന്റെ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കണ്ടുപിടുത്തം ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഈ WWW വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഐഡിയയും അതോടൊപ്പം തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ HTML എന്ന് പറയുന്ന ടെക്നോളജീസും. ഓക്കെ. കമ്പ്യൂട്ടേഴ്സിൽ പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് പല ലൊക്കേഷനിലും പല ഓർഗനൈസേഷന് വേണ്ടിയും വർക്ക് ചെയ്യുന്നതും പലതരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സും എന്ത് ചെയ്തു? കാലക്രമേണ ഈ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഈ നെറ്റ്വർക്ക് എന്ത് വളർന്നുകൊണ്ടേ ഇരുന്നു. TCP/IP പ്രോട്ടോകോൾ ആണ് മെയിൻ ആയിട്ടും ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. 1998 ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ICANN എന്ന് പറയുന്നത്. ICANN ഉപയോഗിക്കുന്നത് URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിന്റെ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ICANN എന്ന് പറയുന്നത്. അത് ഇന്റർനെറ്റിന്റെ കണ്ടന്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. പകരം എന്ത് ചെയ്യുന്നു? അത് URL യൂസ് ചെയ്യുന്നതിനുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലാർജസ്റ്റ് പബ്ലിക് നെറ്റ്വർക്ക് ആണ്. അത് ബില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ ഇമെയിൽ, ഫയൽ ട്രാൻസ്ഫർ, സോഷ്യൽ നെറ്റ്വർക്കിങ്ങിന് വേണ്ടി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇന്റർകണക്റ്റഡ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദാറ്റ് സെർവ്സ് ദ യൂസേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ഇന്റർനെറ്റ് എന്താണെന്ന് പഠിച്ചായിരുന്നു, ഇൻട്രാനെറ്റ് എന്താണെന്ന് പഠിച്ചു, എക്സ്ട്രാനെറ്റും എന്താണെന്ന് പഠിച്ചിരുന്നു. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. അത് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് മാത്രം ഷെയർ ചെയ്യപ്പെടുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ പ്രൈവറ്റ് നെറ്റ്വർക്കിലെ കുറച്ച് ഭാഗം മാത്രം ഉപയോഗിക്കാനായിട്ട് നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ എക്സ്ട്രാനെറ്റ് എന്ന് പറയും. അപ്പം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഈസ് ആൻ ഇന്റർകണക്റ്റഡ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദാറ്റ് സെർവ്സ് ദ യൂസേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. An intranet is considered as a private computer network similar to internet that uses TCP/IP protocol to share information, software or services within an organization. An intranet can host websites, provide email service, file transfer and other services available on the internet. നമ്മൾ ബാങ്കിന്റെ നെറ്റ്വർക്ക് ഒരു ഇൻട്രാനെറ്റിന് എക്സാമ്പിൾ ആണ്. ആ ബാങ്കിന്റെ നെറ്റ്വർക്കിൽ ATM പോലെയുള്ള ഫെസിലിറ്റീസ് എന്താണ് നമുക്ക് പുറത്തേക്ക് യൂസേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതെന്താണ്? ഒരു എക്സ്ട്രാനെറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. When an intranet is made accessible to some computers that are not part of computers private network, it is called an extranet. A network that allows vendors and business partners to access a company resource can be considered as an example of internet. ഇതാണ് ഇന്റർനെറ്റിന്റെ ഹിസ്റ്ററിയും പിന്നെ ഇൻട്രാനെറ്റ്, ഇന്റർനെറ്റ്, എക്സ്ട്രാനെറ്റ് ഇവ തമ്മിലുള്ള വ്യത്യാസവും. ഓക്കെ, താങ്ക് യു.